ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഏവർക്കും ദൈവമാതാവിന്റെ ജന്മതിരുനാളിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. കുഞ്ഞുങ്ങളില്ലാതിരുന്ന യോവാക്യമിനും ഹന്നയ്ക്കും കണ്ണീരോടെ ദൈവത്തിന്റെ മുമ്പാകെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവർക്ക് പിറന്ന മകളാണ് പരിശുദ്ധ മാതാവ്. 3 വയസ്സ് വരെ മാതാപിതാക്കളോടുകൂടെ ഒത്തുകഴിഞ്ഞ മറിയാമിനെ ദൈവത്തോടുള്ള വാഗ്ദാനം നിറവേറ്റുന്നതിന് ജെറുസലേം ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നു. 3 മുതൽ 12 വയസ്സ് വരെ പിന്നീടുള്ള മാതാവിന്റെ ജീവിതം ജെറുസലേം ദേവാലയത്തിലെ ദൈവസാന്നിധ്യത്തിന്റെ തണലിലാണ്. രക്ഷയുടെ അമ്മയായി തിരയേണ്ടവളെ ദൈവം ഒരുക്കിയത് ഇപ്രകാരമായിരുന്നു. പരിശുദ്ധ മാതാവിന്റെ ജനനതിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ മാതാവിന്റെ ആന്തരിക ഭാവത്തെ നമുക്ക് ഹൃദയത്തിലേറ്റാൻ കഴിയണം. രക്ഷാകര ചരിത്രത്തിലെ പരിശുദ്ധ മാതാവിന്റെ പങ്ക് തുടങ്ങുന്നത് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറയുന്ന സമർപ്പണത്തോടു കൂടിയാണ്. തന്റെ പുത്രൻ കാൽവരി ക്രൂശിൽ ഏറ്റപ്പെടുന്ന കാലം വരെയും ഏറെ അരക്ഷിതാവസ്ഥയിലൂടെയാണ് മാതാവിന്റെ ജീവിതകാലം കടന്നുപോയിട്ടുള്ളത്. കന്യകാ ഗർഭധാരണവും തന്റെ കുഞ്ഞിന് ജന്മം നൽകാൻ ഒരിടം കിട്ടാതെ കാലിത്തൊഴുത്തിൽ പ്രസവിച്ചതും തന്റെ കുഞ്ഞിനെയും കൊണ്ട് അന്യദേശത്തേക്ക് പലായനം ചെയ്യേണ്ടി വന്നതും തന്റെ പ്രിയപുത്രന്റെ ക്രൂശമരണവുമൊക്കെ പരിശുദ്ധ അമ്മ നേരിട്ട സഹനങ്ങളാണ്. ഇങ്ങനെ ജീവിതം മുഴുവനും സഹനങ്ങളിലൂടെയും സംഘർഷങ്ങളിലൂടെയും കടന്നുപോയെങ്കിലും പരിശുദ്ധ അമ്മ പരാജയപ്പെടുന്നതായും തോൽക്കുന്നതായും നാം കാണുന്നില്ല. കാരണം എന്റെ ജീവിതത്തിൽ എന്റെ ദൈവത്തിന്റെ അറിവും സമ്മതവും കൂടാതെ ഒന്നും സംഭവിക്കില്ല എന്ന ബോധ്യം പരിശുദ്ധ മാതാവിന്റെ കൈമുതലായിരുന്നു. ഏതു പ്രതിസന്ധിയുടെ നടുവിലും ധൈര്യപൂർവ്വം ശിരസുയർത്തി മുന്നോട്ട് പോകുവാൻ നമുക്ക് ഈ അവബോധമാണ് ഉണ്ടാവേണ്ടത്. പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ മാതാവിനോട് അതിനായി മധ്യസ്ഥത അണയ്ക്കാം. ദൈവതിരുനാമം വാഴ്ത്തപ്പെടട്ടെ.